നമസ്കാരം. ഇന്നേറെ സുപരിചിതമായിട്ടുള്ള ഒരു രോഗമാണ് വിഷാദ രോഗം. പല സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾ വിഷാദ രോഗത്തിന് അടിമകളായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെക്കുറിച്ച് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. സ്പോർട്സ്, കോർപ്പറേറ്റ് ജോലികൾ പോലെയുള്ള ഉയർന്ന സമ്മർദ്ദമുള്ള കരിയറുകൾ ഒരിക്കലും വിശ്രമത്തിന് ഇടം നൽകുന്നില്ല. ആന്തരികമായി വലിയ സംഘർഷം വളർത്താനാണ് പലപ്പോഴും ഇത് സഹായിക്കുക. ഇതിന്റെ ആഘാതം തിരിച്ചറിഞ്ഞ കായിക താരമാണ് ടെന്നീസ് താരം സാനിയ മിർസ. ഒരിക്കൽ ദ ലൈവ് ലവ് ലാഫ് ഫൗണ്ടേഷനുമായുള്ള പോഡ്കാസ്റ്റിലാണ് സാനിയ മിർസ തന്റെ വിഷാദ രോഗത്തെക്കുറിച്ച് പറയുന്നത്. 2008 സാനിയയുടെ കൈത്തണ്ടയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അതോടെ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതിനുശേഷം ഒളിമ്പിക്സ് വേദികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സാനിയയ്ക്ക് സംശയമായിരുന്നു. പക്ഷേ ആ നിമിഷം തന്റെ കരിയർ ജീവിതം തന്നെ അവസാനിച്ചതുപോലെയാണ് സാനിയയ്ക്ക് തോന്നിയത്. മുടി ചീകാൻ പോലും കഴിഞ്ഞില്ലെന്ന് അവർ അനീഷ പദുക്കോണിനോടും സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ശ്യാം ഭട്ടിനോടും പറഞ്ഞു. കൈത്തണ്ട ഒട്ടും ചലിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ ടെന്നീസ് കരിയർ അവസാനിച്ചുവെന്നും സാനിയ തന്നെ കരുതി. ജീവിതത്തിൽ ആദ്യമായിരുന്നു അത്. അത്തരമൊരു അവസ്ഥ വന്നതോടുകൂടി മാനസികമായി വല്ലാതെ തളർന്നു. അത് വിഷാദ രോഗത്തിലേക്കുള്ള യാത്രയായിരുന്നുവെന്ന് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. 1.5 മാസമായി സ്വന്തം മുറിയിൽ തന്നെയായിരുന്നു. ആരെയും കാണാൻ ആഗ്രഹിച്ചില്ല. മാതാപിതാക്കളെ മാത്രം വല്ലപ്പോഴും കണ്ടു. ഭീകരമായിരുന്നു അത്. മാസങ്ങളോളം ആ അവസ്ഥ തുടർന്നു. എന്നാൽ ആ സമയത്തും കായിക രംഗത്തെ ചില കാര്യങ്ങൾ സാനിയ മിർസയ്ക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. തുടർന്ന് ടെന്നീസ് കോർട്ടിൽ തിരിച്ചെത്താൻ മനസ്സിനെ തിരികെ പിടിക്കാൻ കഴിയുമെന്ന് തോന്നി തുടങ്ങി. ടെന്നീസ് കളിക്കുമ്പോൾ സാനിയ സന്തോഷവതിയായിരുന്നു. വിഷാദം പലരിലും വ്യത്യസ്തമാണ് എന്ന് ഡോക്ടർ ഭട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു. വലിയ വലിയ വിജയങ്ങൾ നേടിയവരിൽ ഇത് ധാരാളം കണ്ടുവരുന്നുണ്ടെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടി. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളവരിൽ പലപ്പോഴും വളരെ വൈകി മാത്രമേ വിഷാദ രോഗം തിരിച്ചറിയാനാവുന്നുള്ളൂ. അവർ നിരന്തരം വിജയങ്ങൾ നേടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉള്ളിലെ കാര്യങ്ങൾ പുറത്തറിയാതെ പോകുന്നു. ഇത്തരത്തിൽ വിഷാദ രോഗത്തിന് അടിമയായ മറ്റൊരു താരസുന്ദരിയാണ് എമിലിയ ക്ലാർക്ക്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന ചിത്രത്തിലൂടെയാണ് എമിലിയ ക്ലാർക്കിനെ ജനങ്ങൾക്ക് പരിചിതമായി തുടങ്ങിയത്. ഹോളിവുഡ് താരം എമിലിയ ക്ലാർക്ക് തന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചും ഭാവി കരിയറിനെക്കുറിച്ചും അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വാർത്തയായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് എന്ന പരമ്പരയിൽ ഡെനിറീസ് ടാർഗേറിയൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് എമിലിയ ലോകമെമ്പാടും ശ്രദ്ധ നേടിയത്. 2019 ഗെയിം ഓഫ് ത്രോൺസ് അവസാനിച്ചതിന് പിന്നാലെ താൻ വലിയ മാനസിക തകർച്ചയിലൂടെ കടന്നുപോയെന്ന് എമിലിയ വെളിപ്പെടുത്തി. ഏകദേശം 10 വർഷത്തോളം നീണ്ടുനിന്ന കഠിനമായ ഷൂട്ടിങ്ങും പ്രശസ്തിയും പെട്ടെന്ന് അവസാനിച്ചപ്പോൾ ഉണ്ടായ ശൂന്യതയാണ് ഇതിന് കാരണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഏകദേശം 10 വർഷത്തോളം നീണ്ടുനിന്ന കഠിനമായ ഷൂട്ടിങ്ങും പ്രശസ്തിയും പെട്ടെന്ന് അവസാനിച്ചപ്പോൾ ഉണ്ടായ ശൂന്യത വളരെ വലുതായിരുന്നു. ആ സമയത്ത് തന്നെ ലോക്ക്ഡൌൺ തനിക്ക് അനുഗ്രഹമായി വന്നു. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാനും ആ സമയം സഹായിച്ചു. സീരീസ് ചിത്രീകരണത്തിന്റെ 2 തവണ തലച്ചോറിന്റെ രക്തസ്രാവത്തെ അതിജീവിച്ചു. അന്ന് മരിച്ചുപോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് വിഷാദ രോഗത്തിന് പിടിയിലായി പിന്നീട് തിരിച്ചു വന്നിട്ടുള്ളത്.